വഖഫ് ബില്ല് ലോക്സഭയിൽ പാസ്സായതോടുകൂടി നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾ സന്തോഷം പങ്കിട്ട് തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നു. സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ വഖഫ് ഭേദഗതി ലോക്സഭയിൽ പാസ്സായി കഴിഞ്ഞപ്പോൾ രാജ്യസഭയിലേക്ക് പോവുകയാണ്. അവിടെയും പാസ്സാവുമെന്ന് അറിഞ്ഞതോടുകൂടി മധുര വിതരണം പല ഭാഗത്തും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു നരേന്ദ്രമോദിയുടെ കിരീടത്തിലെ ഒരു പൊൻതൂവലായി ഈ വഖഫ് ഭേദഗതി മാറും എന്നാണ് നിരീക്ഷകരൊക്കെ ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾ മധുര വിതരണം ചെയ്യുന്നത് ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാസീവായിട്ടുള്ള സെലിബ്രേഷനാണ് ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായതിനെ തുടർന്ന് ഇപ്പോൾ രാജ്യത്തെ മുസ്ലിങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീകൾ ഈ വിഷയത്തിൽ വളരെയധികം സന്തോഷിക്കുകയാണ് എന്ന് പറയാതെ നിർവാഹമില്ല. കാരണം വഖഫ് ഭേദഗതി ബില്ലിൽ ആ കമ്മിറ്റിയിൽ സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കിയിരിക്കുകയാണ്, ഉറപ്പിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. നേരത്തെ നമുക്കറിയാം മുത്തലാഖ് ബിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് കണ്ടതാണ്. സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് യഥാർത്ഥത്തിൽ മതമൗലികവാദികളും പുരുഷാധിപത്യവും ഭരിക്കുന്ന ഒരു പ്രത്യേക മതമായതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമില്ലാതെ പോകുന്നതിൽ അതിശയപ്പെടാനൊന്നുമില്ല. എന്നാൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം സകല മതങ്ങളും നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു മതമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പുരോഗമനാത്മകമായിട്ടുള്ള നിലപാട്, നവീകരണം ആ മതത്തിനകത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു, മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇവിടെ സ്ത്രീകൾ ഇപ്പോഴും പഴയപടി തന്നെയാണ് എന്നുള്ള പല ആശങ്കകളും പല കാലങ്ങളിലായി നമ്മുടെ നാട്ടിലെ പല ആൾക്കാർ, അതും ഈ മതത്തിനകത്ത് നിന്നുള്ള ആൾക്കാർ വരെ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാനും ആ സ്ത്രീകളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും, പ്രത്യേകിച്ച് ഈ മതത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും നരേന്ദ്രമോദി സർക്കാർ വേണ്ടി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിങ്ങളുടെ മുത്തലാഖ് ബില്ല് അത് നരേന്ദ്രമോദി കൊണ്ടുവന്നപ്പോൾ വലിയ ആഘോഷം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് കണ്ടു. CAA കൊണ്ടുവന്നപ്പോഴും സാധാരണ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ അതിന് അംഗീകാരം കിട്ടി. കശ്മീരിലെ 370 റദ്ദാക്കിയപ്പോൾ വലിയ ആഘോഷം നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കശ്മീരിലെ ജനങ്ങൾ സന്തോഷകരമായി ജീവിക്കുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പോൾ വഖഫ് ബില്ല് വന്നിരിക്കുന്നത്. ഈ വഖഫ് ബില്ലിലും വലിയ രീതിയിലുള്ള സന്തോഷമാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുംബൈയിൽ നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞും നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ടും അവിടെയുള്ള ജനങ്ങൾ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു. മുസ്ലിം ജനങ്ങൾ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. മുംബൈ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഇത് നടന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ദൃശ്യങ്ങളിൽ പങ്കുചേരാനും ഈ ദൃശ്യങ്ങളെ പകർത്താൻ ഒരുപാട് ആൾക്കാരാണ് അവിടെ എത്തിച്ചേർന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വി സപ്പോർട്ട് നരേന്ദ്രമോദി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മുസ്ലിം സ്ത്രീകൾ ഈ വഖഫ് ബില്ലിനെതിരായി തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായി സാധിച്ചു. അങ്ങനെ വഖഫ് ബില്ല് ഇപ്പോൾ രാജ്യസഭയും കടക്കാൻ പോവുകയാണ്. വലിയ രീതിയിലുള്ള ആഘോഷം നമ്മുടെ രാജ്യത്ത് മുസ്ലിം മതവിഭാഗത്തിന്റെ ഇടയിൽ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.